ഇടതുപക്ഷത്തിൻ്റെ മന്ത്രി CP ജോണല്ലേ. CP ജോണിനെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ഞങ്ങളും CP ജോണിൻ്റെ CMP തമ്മിൽ ഞങ്ങൾ യോജിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തും. ഞങ്ങളുടെ കൊടി ചുവന്ന പതാകയായിരിക്കും. ചെമ്പതാക ഞങ്ങൾ ആരും ആർക്കും വിട്ടുകൊടുക്കില്ല. CMPയിൽ ചേരുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ ആലോചിച്ചുകൊണ്ട് CMPയിൽ ചേരുന്നതാണ് നല്ലതെങ്കിൽ CMPയിൽ ചേരാൻ ഒരു പ്രയാസം ഞങ്ങൾക്ക് ഉണ്ടാകില്ല. അത്തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. നല്ല രൂപത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. 3 റൗണ്ട് ചർച്ച കഴിഞ്ഞു. നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഈ പാർട്ടി വിട്ട ശേഷം ഇത്തരം ചെർപ്പളശ്ശേരിയിൽ ആദ്യമാണ്. അപ്പോൾ താങ്കൾ നേരത്തെ എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ചെർപ്പളശ്ശേരി നഗരം ഈ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സൗന്ദര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ വഴി വന്നപ്പോൾ എന്ത് തോന്നുന്നു കാണുമ്പോൾ? ഞാൻ സ്വപ്നം കണ്ടിട്ടുള്ള ഒരു യാഥാർത്ഥ്യമായതൊരു വലിയ ആത്മവിശ്വാസം, ഒരു വലിയ ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. ഇപ്പം അതിൻ്റെയൊക്കെ ഓസിയിൽ അവകാശിയാകാൻ വേണ്ടി നടക്കില്ല ഈ വിദ്വാൻ. അത് നാട്ടിലെ ജനങ്ങൾക്കറിയില്ലേ? ഇതാരത് കൊണ്ടുവന്നത്? ഇവിടുന്ന് തുടങ്ങി വെച്ചത്. ഇതിനാവശ്യമായി സ്ഥലം വിട്ടുകൊടുത്ത് അതിനാവശ്യമായിട്ടുള്ള യോഗം വിളിച്ചത് ആരാണ്? എല്ലാവർക്കും നാട്ടിലെ ജനങ്ങൾക്ക് അറിഞ്ഞില്ല. ഇവിടുത്തെ കച്ചവടക്കാരോട് ചോദിക്കുന്നത്, ഇവിടുത്തെ ആ സ്ഥലം വിട്ടു തന്ന ആളുകളോട് ചോദിക്കും, ആര് പറഞ്ഞിട്ടാണ് വിട്ടു തന്നു? ഞാനാണല്ലോ അവരുടെ നേരിട്ട് അവരെ വീടുകളിൽ പോയിട്ടാണ് സംസാരിച്ചത്. അങ്ങനെ ഉണ്ടായിരുന്നു. ഈ PK ഞങ്ങൾ ആദ്യം മനസ്സിലാക്കി, ശശി എല്ലാ കാലത്തും ജനങ്ങളുടെ കൂടെയാണ്. ശശി എല്ലാ കാലത്തും ജനങ്ങളുടെ കൂടെയാണ്. ജനങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ള ഒരു ജീവിതം ശശിയെ സംബന്ധിച്ച് മരിക്കുന്നവരെ ഉണ്ടാകില്ല. അത് ഞാൻ തെരഞ്ഞെടുപ്പിൽ നിന്നപ്പോൾ പറഞ്ഞില്ല. ജനങ്ങളിൽ നിന്ന് ഞാൻ എപ്പോൾ മാറി നിൽക്കുന്നു അന്ന് നിങ്ങൾ ഉറപ്പിച്ചോളണം ശശി മരണപ്പെട്ടു. എന്നെ ഒരു പ്രശ്നങ്ങളിലും ഇടപെടാൻ അനുവദിക്കാതെ എന്നെ വീട്ടിലിരുത്താമെന്ന് കണ്ടക്ടർ CPMൻ്റെ നേതാക്കന്മാരുണ്ടല്ലോ, അവർ നിരാശന കഴിയില്ല. എവിടെ ചെറുപ്പുഴ ഇതൊക്കെ പറയാൻ നിൽക്കുകയാണെങ്കിൽ സമയം കുറേ വേണ്ടിയാണ്. ഇപ്പം ഇവിടുത്തെ വലിയ നേതാവായിട്ട് നിൽക്കുന്ന വിദ്വാനുണ്ടല്ലോ, ആ വിദ്വാൻ എൻ്റെ വീട്ടിൽ വന്ന് കരഞ്ഞ് കാല് പിടിച്ചിട്ട് എനിക്ക് സെക്രട്ടറി ആവണം, ഒരു ടേം സെക്രട്ടറി ആയിട്ട് പിന്നെ ഞാൻ നാടിന്ന് വിട്ടാലും വേണ്ടില്ല, അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ ഞാൻ ആത്മഹത്യക്കെന്ന് പറഞ്ഞ വിദ്വാൻ. അങ്ങറിയോ? ഇയാൾ ഉമ്മർഖാനെ കൂട്ടിയിട്ടാണ് എൻ്റെ വീട്ടിൽ വന്നത്. ഉമ്മർഖാനെ കൂട്ടിയിട്ടാണ് വന്നത്. ഉമ്മർഖാനോടുള്ള ബഹുമാനം വെച്ചിട്ട് അന്ന് ഞാൻ പറഞ്ഞത് ശരി അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ സെക്രട്ടറി ആയത്. നിങ്ങൾക്കറിയോ? അല്ലെങ്കിൽ വേറെ ഒരാളാണ് ആവേണ്ടിയിരിക്കുന്നത്. ആളുടെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം അയാളിപ്പോൾ ഇതിനകത്ത് നിന്ന് പഠിച്ചു പോട്ടെ. ഒപ്പം നിന്നവരെന്നെ ഇപ്പോൾ ഒരുപാട് ആളുകൾ താങ്കളെ എതിർത്ത് പറയുകയും പാരവയ്ക്കുകയൊക്കെ ചെയ്തുകൊണ്ട് വിഷമം തോന്നുന്നുണ്ടായില്ല? അല്ല, ഒരു വിഷമമില്ലല്ലോ. അവരവരുടെ ധർമ്മം നിർവഹിക്കുന്നു, ഞാൻ എൻ്റെ ധർമ്മം